കേരളത്തിലൊരു സ്കൂൾ കള്ളുഷാപ്പായി മാറിയെന്ന വാർത്ത കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാൽ ഒരു ചിത്രസഹിതമാണ് ഈ പ്രചരണമെങ്കിൽ ആശയക്കുഴപ്പത്തിലാകുമെന്നതിൽ സംശയമില്ല. അത്തരത്തിലൊരു പ്രചരണം കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അഞ്ചൽ ഒഴുക്കുപാറക്കലിൽ സ്കൂൾ കള്ളുഷാപ്പാക്കി മാറിയെന്നാണ് ഇവരുടെ അവകാശവാദം. പ്രചരിക്കുന്നതെന്തും സത്യാവസ്ഥയും അറിയാം. പ്രചരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അഞ്ചൽ ഒഴുക്കുപാറക്കലിൽ സ്കൂൾ കള്ളുഷാപ്പായി മാറി. കമ്മ്യൂണിസം നാടിന് ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെയും സർക്കാരിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കുറ്റപ്പെടുത്തിയാണ് പ്രചരണം. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടം 1000. ഇപ്പോഴാ പാട്ട് ശരിയായത്. അഞ്ചൽ ഒഴുക്കുപാറക്കൽ സ്കൂൾ ഷാപ്പായി മാറി. കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന വിവരണത്തോടൊപ്പമാണ് പോസ്റ്റുകൾ. കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഇടമുളക്കൽ പഞ്ചായത്തിലെ ഒഴുക്കുപാറക്കലാണ് വീഡിയോയിൽ കാണുന്ന കള്ളുഷാപ്പ്. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാലുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് 15 വർഷം മുൻപ് പൂട്ടിപ്പോയ ഒരു പ്രൈവറ്റ് സ്കൂളായിരുന്നുവെന്ന് വ്യക്തമായി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഒഴുക്കുപാറക്കൽ വാർഡ് മെമ്പർ ഷൈനി സജീവിനെ ബന്ധപ്പെട്ടപ്പോൾ 15 വർഷത്തിനു മുൻപ് പൂട്ടിപ്പോയ സ്വാതി തിരുനാൾ സ്കൂൾ എന്ന പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളാണെന്ന് അവരും വ്യക്തമാക്കി. പിന്നീട് ദീർഘകാലം കെട്ടിടത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണായി പ്രവർത്തിക്കുകയായിരുന്നു. ആയൂരിലേക്ക് മാറ്റിയപ്പോൾ അവിടെ 2 വർഷം മുൻപാണ് കള്ളുഷാപ്പ് തുടങ്ങിയത്. ഒരു പ്രാദേശിക ചാനൽ സ്കൂൾ ഷാപ്പാക്കിയെന്ന തെറ്റായ വാർത്ത കൊടുത്തതിനെ തുടർന്നാണ് ഈ പ്രചരണമെന്ന് ഷൈനി സജീവ് പറഞ്ഞു. ഒഴുക്കുപാറക്കലിൽ നിലവിലുള്ളത് ഒരു സർക്കാർ LP സ്കൂളാണ്. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രചരണം ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്നായിരുന്നു മറുപടി. അഞ്ചൽ ഒഴുക്കുപാറക്കലിലെ ആ കെട്ടിടത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ചിത്ര തിരുനാൾ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ എന്നൊരു അൺഎയ്ഡഡ് CBSE സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. അതിന് മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നും അഫിലിയേഷൻ കിട്ടിയില്ല. തുടർന്ന് 2007 സ്കൂൾ പൂട്ടിപ്പോയി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ കൊമേഴ്ഷ്യൽ ലൈസൻസ് ലഭിച്ചതോടെയാണ് 2017 ഈ കെട്ടിടം സർക്കാരിന്റെ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വാടകയ്ക്ക് നൽകിയത്. 2021 അവസാനം ഈ ഔട്ട്ലെറ്റ് അവിടെ നിന്നും മാറ്റി സ്ഥാപിച്ചു. അതിനുശേഷം 2024 മാർച്ച് മാസം അവസാനമാണ് നിലവിലെ ഷാപ്പ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. സ്കൂളിലാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതെന്ന് എന്ന പ്രചരണം നുണയാണെന്നും മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. ഇക്കാര്യം 2024 മെയ് 14 വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.